BDJS-ന് പുതിയ ചിഹ്നം അനുവദിച്ചു. മൺകുടം ചിഹ്നം മാറ്റി. പുതിയ ചിഹ്നം തെങ്ങിൻ തോപ്പാണ്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ചിഹ്നം മാറ്റിയതിന് പിന്നിലെ വിവരങ്ങൾ എന്താണ്? BDJS സ്ഥാപിതമായ ആ നിമിഷം മുതൽ മൺകുടം ആണ് അവരുടെ ഇലക്ഷൻ ചിഹ്നമായിരുന്നു, തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ മൺകുടം മാറ്റി തെങ്ങിൻ തോപ്പ് ചിഹ്നമായി, ഔദ്യോഗിക ചിഹ്നമായിട്ട് BDJS-ന്റെ ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. ദേശീയ പ്രസിഡന്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ ചിഹ്നം അനാച്ഛാദനം ചെയ്തത്. ഏതായാലും ഈ ചിഹ്നത്തിന്റെ ഒരു ഇത് BDJS-നെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴയിലെ നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ സ്വാധീനമുള്ള BDJS-നെ സംബന്ധിച്ചിടത്തോളം ഈ കേരം തിങ്ങും കേരളനാട് എന്ന മുദ്രാവാക്യത്തോടെ ഈ ചിഹ്നം അവതരിപ്പിക്കുമ്പോൾ അത് ഇലക്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, സ്വാധീനമുണ്ടാക്കും എന്നൊരു ചിന്ത അവർക്കിടയിൽ തന്നെ ഉണ്ടെന്നായാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ BDJS-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള പ്രകടനമായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ ചിഹ്നം മാറ്റിയത് കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അത് ഏതു തരത്തിൽ സ്വാധീനിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. സരിക. ശരി, ആലപ്പുഴയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.